അഹങ്കാരം തലേ കയറി മത്ത് പിടിച്ചിട്ട് മോള് കാട്ടിക്കുട്ടിയതെല്ലാം. സ്റ്റോപ്പിലെത്താ ബാക്കി വല്ലതും ഉണ്ടാവുകയാണെങ്കിൽ ആലുവയിൽ ഇറക്കാം. കണ്ടക്ടർ, ആ വളവിലൊന്ന് നിർത്തണം. ഇവിടെ സ്റ്റോപ്പില്ല, 2 കിലോമീറ്റർ കഴിയണം. എന്റെ ഔട്ട്ഫിറ്റ് കണ്ടോ? 10 ലക്ഷം രൂപയുടെ വാച്ച്, 1 പവന്റെ മോതിരം, 2 പവന്റെ മാല, 10,000 രൂപയുടെ ചെരുപ്പ്. സർ, ബേസിക്കലി ഐ എം എ റിച്ച് മാൻ. ഷോ സം റെസ്പെക്ട്. നീ ഓർത്തുന്നി. എന്റെ അമ്മ തള്ളക്ക് ഭ്രാന്താടാ. വിടരുതരവനെ പിടിച്ചു പോലീസിലേപ്പിക്കും. ഇയാള് വണ്ടിയിൽ കയറിയപ്പോ തുടങ്ങിയുള്ള പ്രശ്ന ഇതങ്ങനെ വിടാൻ പറ്റിയ കേസല്ല. വണ്ടി പോലീസ് സ്റ്റേഷനിലേക്ക് വിട്. ഒരു പണക്കാരനെ ബഹുമാനിക്കാൻ ശീലിക്കണോ? ബഹുമാനിക്കാൻ ശീലിക്കണം. നമുക്ക് പിന്നെ നിയമപരമായി തന്നെ ഒതുക്കാം. കോഴിക്കോട് KSRTC ബസിന്റെ ഗ്ലാസ് അടിച്ച് തകർത്ത പെൺകുട്ടിക്ക് 28,000 രൂപ പിഴ. എനിക്കിത് എന്തിന്റെ കേടായിരുന്നു. എനിക്കിനി വീട്ടിൽ പോകാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. സ്റ്റോപ്പില്ലാത്ത സ്ഥലത്ത് നിർത്തണമെന്നാവശ്യപ്പെട്ട് ബഹളമുണ്ടാക്കിയ യുവതി ബസിന്റെ ഗ്ലാസ് തല്ലി തകർത്തു. ഈ നിൽക്കുന്ന പുന്നാര മോളുടെ അഹങ്കാരത്തിന്റെ ബില്ല ഒരു 50,000 ഒന്ന് പസക്കി തന്ന് ഞാൻ അങ്ങോട്ട് പൊക്കോളാം. ഇതോടെ ഡ്രൈവർ ബസ് പോലീസ് സ്റ്റേഷനിലേക്ക് വിടുകയായിരുന്നു. പെട്ടെന്ന് ഒരു ഐഡിയ തോന്നിയതാ സാർ. ഈ സാധനങ്ങളെല്ലാം ഇവന്റെ പേര് പറ്റരുത്. നശിപ്പിച്ച സാധനങ്ങളെല്ലാം വിലയിടാക്കാണ്ട് ഇവരെ പുറത്തയക്കണ്ട. പരാതി നൽകിയതോടെ ബസിനുണ്ടായ നാശനഷ്ടം പരിഹരിക്കാനുള്ള തുക നൽകാമെന്ന് യുവതി പോലീസിൽ എഴുതി നൽകിയതോടെയാണ് പ്രശ്നത്തിന് പരിഹാരമായത്. മനസ്സ് നിറഞ്ഞു. തന്തയ്ക്ക് വിളിച്ച പോലത്തെ ഒരു സുഖം. വരട്ടെ. എനിക്ക് വേണ്ട. എല്ലാവർക്കും സന്തോഷമായല്ലോ. എനിക്ക് സന്തോഷമായി. എല്ലാവർക്കും പിരിഞ്ഞു പോ.